നല്ല ഹെൽത്തി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് നമുക്ക് വൈകുന്നേരം കഴിക്കുകയോ എപ്പോഴും വേണമെങ്കിലും കഴിക്കാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇന്നത്തെ താരം റാഗിയാണ് കേട്ടോ. ഇനി റാഗിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് ഇനി ഞാൻ പറഞ്ഞിട്ട് വേണമല്ലോ എല്ലാവരും അറിയാനല്ലേ. 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരു 2-3 തവണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഞെരടി കഴുകിയെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറേ പൊടിയും അഴുക്കും എല്ലാം അങ്ങ് പോയി കിട്ടും. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ചതിന് ശേഷവും ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ എടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഞെരടി 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ കുറേ അധികം തൊലി പോലുള്ള എന്തൊക്കെയോ അങ്ങ് പോയി കിട്ടും, വൃത്തിയായി കിട്ടും. എന്നിട്ട് നമുക്ക് ഈ റാഗി മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബീറ്റ്റൂട്ടിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. അതിനെ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലതാണല്ലോ എന്തെങ്കിലും ഉള്ളത്. അപ്പോൾ ഈ ബീറ്റ്റൂട്ടിൻ്റെ കുറച്ച് ഗുണങ്ങളും കൂടി ഇതിന് കിട്ടും. ബീറ്റ്റൂട്ട് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചിരകിയ തേങ്ങ ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. അത് തീരെ ചെറുത് പൊടി ഏലക്കയായിരുന്നേ. അതിനെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. ആ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടട്ടെ. ആദ്യമേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അരഞ്ഞ് കിട്ടാനൊരു പാടായിരിക്കും. ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് അരഞ്ഞിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം, 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക. ഹൈ സ്പീഡിലിട്ട് നല്ലതുപോലെ ഫൈനാക്കി അരച്ചെടുക്കുക. ഇതാ ഇപ്പോൾ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് വലിയ അരിപ്പ വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ ജ്യൂസ് അരിക്കുന്ന അരിപ്പ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലതുപോലെ അരിച്ചെടുക്കണം. എപ്പോഴും അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് അരയണം. എങ്കിൽ മാത്രമേ ആ തേങ്ങയിൽ നിന്നുള്ള തേങ്ങാപ്പാൽ നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ റാഗിയിലെ പാൽ നന്നായിട്ട് കിട്ടുകയുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് നെയ്യിൽ കുറച്ച് കാഷ്യൂ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമും ചേർക്കാവുന്നതാണേ. ഇനി നല്ല അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അലിയിച്ചെടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കരിപ്പട്ടിയാണ് കേട്ടോ, ശർക്കരയല്ല, കരിപ്പട്ടിയാണ്. കരിപ്പട്ടി നല്ല കട്ടി ഉള്ളതായിരുന്നു. അതിനെ ചീകിയപ്പോഴാണ് കയ്യിലെ കുറച്ച് തൊലിയും കൂടി പോയി. അതാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. കരിപ്പട്ടി ഉരുക്കിയെടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനെ വീണ്ടും തിരിച്ച് ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട്. ഞാൻ ആ വലിയ അരിപ്പയിൽ മാത്രമേ അരിച്ചെടുത്തോളൂ കേട്ടോ. വേറെ ചെറിയ അരിപ്പയിലോ തുണി വെച്ചിട്ട് അരിക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഈ റാഗിയുടെ കുറേ അധികം തന്നെ അതിൻ്റെ ആ ഒരു തൊലിയുണ്ടല്ലോ അതിനകത്തുണ്ട്. ചെറിയ ചെറിയ പൊടി പോലെയുള്ള സാധനം അതവിടെ കിടന്നോട്ടെ. അത് തവിടാണ്, അത് കളയേണ്ട കാര്യമില്ല. അയൺ നന്നായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ആ സാധനം അത്യാവശ്യമായിട്ട് കിടന്നോട്ടെ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് റാഗി ഇങ്ങനെ അരച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് റാഗി പൊടിച്ച് അതിൻ്റെ ആ തവിടോട് കൂടി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണ് ചെയ്യാറ്. ഇതിപ്പോൾ നമുക്ക് റാഗി മന്നി ഉണ്ടാക്കാൻ എന്തായാലും അരച്ചെടുത്താലേ പറ്റുള്ളൂ. ഈ റാഗിയുടെ പാല് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അടി കട്ടിയുള്ള പാത്രമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് കട്ട കെട്ടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കട്ട ഉടച്ചു കൊടുക്കുക. കട്ട ഉടച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ഇളക്കി എടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട്. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്പാച്ചുല വെച്ചിട്ട് നല്ലതുപോലെ ഉടച്ചുടച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഏലക്ക അല്ല ഏലക്ക പൊടിയാണുള്ളതെങ്കിൽ ഈ സമയത്തോ മറ്റോ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു വാഴയിലയിൽ കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് ഞാനൊരു കേക്ക് ടിന്നിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണേ. നല്ലതുപോലെ ലെവൽ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പും കൂടി ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക. നന്നായിട്ട് തണുക്കട്ടെ. കുറഞ്ഞതൊരു 2-3 മണിക്കൂറെങ്കിലും അവിടെ ഇരുന്ന് അത് നല്ലതുപോലെ തണുത്ത് സെറ്റായി വരണം. അത്രയും സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നൊരു പരുവത്തിൽ കിട്ടുകയുള്ളൂ. പക്ഷേ എനിക്കെന്ത് സംഭവിച്ചെന്നറിയോ, ഇതൊന്നും എൻ്റെ മക്കളുടെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറേ അധികം നേരമൊന്നും അവർ വെയിറ്റ് ചെയ്യുകയില്ല.
ഏകദേശം ഒരു മണിക്കൂറൊക്കെ എങ്ങനെയോ ഞാൻ കൊണ്ടെത്തിച്ചു എന്ന് വേണം പറയാനായിട്ട്. അത് കട്ട് ചെയ്യണം, കേക്ക് കട്ട് ചെയ്ത് തരൂ, കേക്ക് കട്ട് ചെയ്ത് തരൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു തരത്തിലും സമാധാനം തരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മുറിച്ചെടുക്കാനുള്ള കൺസിസ്റ്റൻസി ഒന്നും ആയില്ല. കുറേ സമയം കൂടിയൊക്കെ കഴിഞ്ഞ് ആ ചൂടൊക്കെ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴാണ് അടിപൊളിയായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കാണാതെ ഒളിച്ചൊരു സ്ഥലത്ത് വെച്ചിരുന്നിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല സെറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റാഗി എന്ന് പറയുന്ന സാധനം ആര് കഴിച്ചാലും അടിപൊളി സാധനമാണ്. അത്രയ്ക്കും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ കുറുക്കിലൊന്നും കുടിക്കില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ അവർ കഴിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മുറിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ട് ഇവിടെ ചിലവാകാതെ ഒന്നും ഇരുന്നില്ല കേട്ടോ. നിമിഷ നേരം കൊണ്ട് തീർന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.